അൻവർ റഷീദും മോഹൻലാലും ആദ്യമായി ഒന്നിച്ച ചോട്ടാ മുംബൈ ഇപ്പോൾ റീ റിലീസ് ആയി തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാധകർക്കിടയിൽ. ഏറ്റവും വലിയ ഡിമാൻഡാണ് പ്രേക്ഷകരിൽ നിന്നും ഈ ചിത്രത്തിന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഷോകളുടെ എണ്ണം തിയേറ്ററുകാർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി ഇന്നേ ദിവസം നമ്മൾ അറിഞ്ഞു. സ്പെഷ്യൽ നൈറ്റ് ഷോകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവിടെ ഇരിക്കുമ്പോഴും മോഹൻലാൽ ഗംഭീര ഹിറ്റുകൾ നൽകി മോളിവുഡിനെ ടോപ്പിലെത്തിച്ച് നിൽക്കുകയാണ്. 200 കോടി ക്ലബ്ബ് ചിത്രങ്ങളാണ് മോഹൻലാൽ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ സജീവ ചർച്ചയിൽ നിൽക്കുമ്പോൾ അൻവർ റഷീദും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളും ഈ അവസരത്തിൽ പൊങ്ങി വരികയാണ്. അൻവർ റഷീദും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ ഒരു സിനിമയിൽ ഇവർ ഒന്നിക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ റിപ്പോർട്ടുകൾ എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിർമ്മാതാവിന്റെ അടുത്ത് വരെ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ബാംഗ്ലൂർ ഡേയ്സ്, മിന്നൽ മുരളി തുടങ്ങിയ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ നിർമ്മാതാക്കളാണ് വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സ്. സിനിമ നിർമ്മാണ രംഗത്ത് 10 വർഷം പിന്നിടുന്ന വേളയിൽ സംവിധായകൻ അൻവർ റഷീദുമായി ഒരു സിനിമ വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിരുന്നു. ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയ്ക്ക് ശേഷം ഇവർ അൻവറുമായി ഒന്നിക്കുന്ന സിനിമയാണിത്. ചിത്രത്തിൽ മോഹൻലാലാണ് നായകനായി എത്തുന്നത് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രതികരണവും എത്തിയത്. കാരണം ഇതുവരെയും ആ ഒരു ചിത്രത്തിന്റെ അനൗൺസ്മെന്റോ മറ്റ് വിവരങ്ങളോ ഒന്നും വന്നിട്ടില്ല. അൻവർ റഷീദുമായുള്ള സിനിമയുടെ ഡിസ്കഷൻ നടക്കുകയാണെന്നും എന്നാൽ അതിൽ നായകൻ ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും സോഫിയ പോൾ പറയുന്നുണ്ട്. ചോട്ടാ മുംബൈക്കൊക്കെ ശേഷം അൻവർ റഷീദും മോഹൻലാൽ കോംബോ നമുക്ക് വലിയ ഇഷ്ടമാണ്. തീർച്ചയായും അൻവർ റഷീദുമായി ഞങ്ങൾ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. നിലവിൽ അതിന്റെ ഡിസ്കഷനിലാണ്. ആദ്യം എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു കഥയിലേക്ക് എത്തിച്ചേരണം, എന്നിട്ട് ആരാണ് അഭിനയിക്കുന്നതെന്ന് തീരുമാനിക്കും. തീർച്ചയായും ലാലേട്ടൻ ആദ്യ ചോയ്സായി മനസ്സിലുണ്ട്. പക്ഷെ ഞങ്ങൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അടുത്ത വർഷം അതൊരു പ്രോജക്റ്റ് ആക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ എന്നും സോഫിയ പോൾ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും മോഹൻലാലിന്റെ പേര് ഇതുവരെയും ഉറപ്പിച്ചിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ സാരഥികൾ സംസാരിക്കുന്നത്. എന്നാൽ ചർച്ചകൾ നടക്കുന്നത് മോഹൻലാലുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ആ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ചോട്ടാ മുംബൈയുടെ റീ റിലീസിൽ ഇത്രയും വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ മോഹൻലാലിനെ മാറ്റി ചിന്തിച്ചിട്ട് ഒരു സിനിമ, അതും അൻവർ റഷീദിന്റേത്, ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് പ്രേക്ഷകർ പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് അണിയറയിൽ ചർച്ചകൾ നടക്കുന്നതും. അതിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത കൂടി എത്തിയിരുന്നു. അൻവർ റഷീദും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന രീതി. ബസൂക്കയ്ക്ക് ശേഷം പുതിയ സിനിമകളുടെ യാതൊരു അപ്ഡേറ്റും ഇല്ലാത്തതിനാൽ മമ്മൂട്ടിയുടെ ആരാധകർ ചെറുതായി നിരാശയിലായിരുന്നു. ആരോഗ്യ പ്രശ്നം കാരണം ചെറിയൊരു ഇടവേളയെടുത്ത താരം ഏറ്റെടുത്ത സിനിമകൾ പൂർത്തിയാക്കിയോ പുതിയ സിനിമകൾ കമ്മിറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ലായിരുന്നു. താരത്തിന്റെ ഇടവേള വലിയൊരു വിടവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ മാറി തിരിച്ചുവരവിന്റെ പാതയിലേക്കാണ് താരമെന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇടവേളയ്ക്ക് മുമ്പ് തുടങ്ങിയ മഹേഷ് നാരായണൻ സിനിമയിൽ അടുത്ത മാസം മമ്മൂട്ടി ജോയിൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഈ വർഷം അവസാനത്തോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാകുമെന്നും കരുതുന്നു. ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ബിലാൽ അടുത്തിടെ ഒന്നും സംഭവിക്കില്ലെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. ഇതിന് പകരം മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്ന് സമ്മാനിച്ച സംവിധായകൻ അൻവർ റഷീദുമായി താരം കൈകോർക്കുന്നു എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം കേരള കൗമുദി അടക്കമുള്ള പത്രങ്ങളിൽ വന്നത്. ഇത് വലിയ രീതിയിൽ മമ്മൂക്ക ആരാധകർ ആഘോഷിക്കുകയും ചെയ്തു. 2020 ഫഹദ് ഫാസിലിനെ നായകനാക്കി ട്രാൻസ് ആണ് അൻവർ റഷീദ് അവസാനമായി സംവിധാനം ചെയ്ത ചിത്രം. അതിനുശേഷം അൻവർ റഷീദ് ഒരുക്കാൻ പോകുന്ന മമ്മൂട്ടി ചിത്രം വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സ് ആയിരിക്കും നിർമ്മിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. പാലിമയുടെ സംവിധായകൻ നിതീഷ് സഹദേവുമൊത്ത് കൈകോർക്കുന്ന പ്രോജക്റ്റ് മമ്മൂട്ടിയുടെ ലൈനപ്പിലുണ്ട്. താരത്തിന്റെ ഇടവേള കാരണം നിതീഷ് തന്റെ അടുത്ത ചിത്രത്തിലേക്ക് അടുത്തിടെ കടന്നിരുന്നു. അതിനുശേഷമാകും മമ്മൂട്ടി നിതീഷ് സഹദേവ് പ്രോജക്റ്റ് വർക്കുകൾ ആരംഭിക്കുക. എന്നാൽ ഈ റിപ്പോർട്ടുകളിൽ മമ്മൂട്ടി അൻവർ റഷീദ് ഒന്നിക്കാൻ പോകുന്ന പ്രോജക്റ്റ് ഇതുവരെയും കൺഫേം ആയിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പിന്നീട് എത്തിയത്. അൻവർ റഷീദിന്റെ ലൈനപ്പിൽ ആകെ 2 ചിത്രങ്ങളാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അതിനുശേഷം അദ്ദേഹം സജീവ രീതിയിൽ നിർമ്മാണത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. കൂടാതെ ചില കമ്മിറ്റ്മെന്റുകളുണ്ട്. അതിനുശേഷമാണ് സിനിമയിലേക്ക് കടക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. മോഹൻലാലിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സ് അൻവർ റഷീദിന്റെ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്നത്. ഇതിനെ തുടർന്ന് ഒരു ഫഹദ് ഫാസിലുമായുള്ള മറ്റൊരു പ്രോജക്റ്റും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ പൈപ്പ് ലൈനിൽ മറ്റ് പ്രോജക്റ്റിലൊന്നുമില്ല. കാരണം ഈ 2 സിനിമകളും പൂർത്തിയാക്കിയ ശേഷം നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അദ്ദേഹം പദ്ധതിയിടുന്നത് എന്നാണ് അൻവർ റഷീദുമായി ബന്ധപ്പെട്ട ഇനിയുള്ള അദ്ദേഹത്തിന്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും മോഹൻലാലുമായി ബന്ധപ്പെട്ട ചിത്രത്തിന്റെ തിരക്കഥയുടെ അന്തിമ രൂപീകരണം പുരോഗമിക്കുകയാണ്. മോഹൻലാൽ അൻവർ റഷീദ് വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സ് ഒന്നിക്കുന്ന ചിത്രം 2026 സംഭവിക്കും. ഇത് തന്നെയാണ് വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സും സൂചന നൽകിയത്. ചർച്ച അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനാൽ പ്രേക്ഷകർക്ക് ഇത് മറ്റൊരു ആഘോഷമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വർഷാവസാനം മോഹൻലാലുമായി വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സ് രണ്ടാമതും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ അൻവറും വീണ്ടും ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് ബാസ്റ്റർ നേടാൻ ഒരുങ്ങുന്നു എന്നാണ് മൂവി അനലിസ്റ്റുകൾ ഇപ്പോൾ പറയുന്ന വാക്കുകളും. എന്തായാലും മോഹൻലാലും അൻവർ റഷീദും ഒന്നിക്കുന്ന പ്രോജക്റ്റ് തന്നെയാണ് അണിയറയിൽ അന്തിമഘട്ട ചർച്ചകളിൽ പുരോഗമിക്കുന്നത്. അതൊരു സിനിമയായി സംഭവിക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത്.